ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന്റെ ഡേ 2 ഇന്നലെ അവസാനിച്ചപ്പോൾ മത്സരം ഈവൻലി പോയിസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡേ 2 ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 359-3 എന്ന നിലയിൽ രണ്ടാം ദിവസം ഇന്ത്യ തുടങ്ങിയപ്പോൾ ഡേ 1 പോലെ തന്നെ സെയിം സ്കോറിംഗ് റേറ്റ് കീപ്പ് ചെയ്ത് ഗിൽ പന്ത് ജോഡി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി. ഋഷഭ് പന്താണ് ഏറ്റവും അഗ്രസീവായി കളിച്ചത്. ഡ്രിങ്ക്സിന് ശേഷം പന്ത് തന്റെ 7ാം ടെസ്റ്റ് സെഞ്ചുറി തികച്ച് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ധോണിയുടെ 6 സെഞ്ചുറിയുടെ റെക്കോർഡ് മറികടന്ന് മുന്നോട്ട് പോയിരുന്നു. എന്നാൽ അധികം വൈകാതെ ഗില്ല് പുറത്തായതോടെ പിന്നൊരു കൊളാപ്സ് ആയിരുന്നു ഇന്ത്യൻ നിരയിൽ കണ്ടത്. ലോവർ ഓർഡറിൽ ജഡേജ മാത്രം 2 അക്കം കണ്ടപ്പോൾ 41 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യയുടെ 7 വിക്കറ്റ് നഷ്ടപ്പെടുകയാണുണ്ടായത്. ഡ്രിങ്ക്സിന്റെ സമയത്ത് 413-3 കിടന്ന ഇന്ത്യ 471 ഓൾ ഔട്ടായി. ഗിൽ 147 നേടിയപ്പോൾ പന്ത് 134 നേടി. 3 ബാറ്റേഴ്സ് സെഞ്ചുറി നേടിയ ഒരു ഇന്നിംഗ്സിൽ ഒരു ടീം എടുക്കുന്ന ഏറ്റവും ചെറിയ ടോട്ടലാണ് ഇന്ത്യയുടെ 471. ഇന്ത്യൻ ബാറ്റേഴ്സ് നടത്തിയ അനാവശ്യ ഷോട്ട് മേക്കിംഗ് ആണ് ഇംഗ്ലണ്ടിന്റെ മത്സരത്തിലേക്ക് തിരികെ വരാനുള്ള ചാൻസ് കൊടുത്തത്. അല്ലാതെ ഇംഗ്ലണ്ടിന്റെ ഒരു ഗ്രേറ്റ് ബോളിംഗ് പെർഫോമൻസ് എന്നൊന്നും കളി കണ്ട ആരും പറയില്ല. ഈസിലി ഒരു 600+ എടുക്കാൻ പറ്റുമായിരുന്ന ഇന്നിംഗ്സാണ് ഇന്ത്യ 500 പോലും എടുക്കാതെ നശിപ്പിച്ചത്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നാൽ ബുംറ ക്രൗളിയെ ചീപ്പായി പുറത്താക്കി ഗ്രേറ്റ് സ്റ്റാർട്ട് ഇന്ത്യക്ക് കൊടുത്തിരുന്നു. ബുംറയുടെ ബൗളിംഗിൽ ജഡേജ ഡക്കറ്റിനെ തുടക്കത്തിൽ ഡ്രോപ്പ് ചെയ്തത് കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഡക്കറ്റ് 15-ൽ നിന്നപ്പോഴായിരുന്നു ആ ചാൻസ് പോയത്. എന്നാൽ പിന്നീട് പോപ്പ് ഡക്കറ്റ് ജോഡി 126 റൺസ് കൂട്ടിച്ചേർത്ത് സോളിഡായ അടിത്തറ ഇംഗ്ലണ്ടിന് കൊടുത്തു. ഒടുവിൽ ബുംറ തന്നെയാണ് ഡക്കറ്റിനെ ബൗൾഡാക്കിയത്. എന്നാൽ ബുംറയുടെ അടുത്ത ഓവറിൽ തന്നെ പോപ്പിന്റെ ക്യാച്ച് ജയ്സ്വാൾ സ്ലിപ്പിൽ കളഞ്ഞത് പിന്നെയും ഇന്ത്യയെ പിന്നോട്ട് വലിച്ചു. ഡ്രോപ്പായ 2 ചാൻസുകളും ഈസി ചാൻസുകളല്ലായിരുന്നു. ബട്ട് ഇങ്ങനെയൊരു ട്രാക്കിൽ ടഫ് ക്യാച്ചസ് പോലും കളയുന്നത് മത്സരത്തെ നന്നായി ബാധിക്കും. കരുൺ നായരുടെ ക്യാച്ച് പോപ്പ് എടുത്തത് കളി കണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇന്ത്യൻ കൊളാപ്സിൽ ആ ക്യാച്ചിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ കിട്ടിയ അവസരം ഇന്ത്യ നഷ്ടപ്പെടുത്തിയപ്പോൾ 3ാം വിക്കറ്റിൽ 79 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ഇംഗ്ലണ്ട് സ്കോർ 200 കടന്നു. ഇതിനിടയിൽ പോപ്പ് അദ്ദേഹത്തിന്റെ 9ാമത്തെ ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കി. ഒടുവിൽ ബുംറ തന്നെയാണ് റൂട്ടിനെ പുറത്താക്കി ഈ കൂട്ടുകെട്ട് പൊളിക്കുന്നത്. ബുംറയുടെ അടുത്ത ഓവറിൽ ബ്രൂക്ക് ഔട്ടായെങ്കിലും അത് ഫ്രണ്ട് ഫുട്ട് നോ ബോൾ ആയതോടെ 209-3 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് രണ്ടാം ദിവസം അവസാനിപ്പിച്ചത്. ചാൻസുകൾ കറക്റ്റായി കിട്ടിയിരുന്നുവെങ്കിൽ 5 വിക്കറ്റ് എടുത്ത് മത്സരത്തിന്റെ കൺട്രോൾ നേടിയെടുക്കാൻ ഇന്ത്യക്ക് അവസരം കിട്ടുമായിരുന്നു. ബട്ട് അത് നടന്നില്ല. ഇന്ത്യയുടെ ഓവറോൾ ബോളിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബുംറ അല്ലാതെ വേറൊരാൾക്കും ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സിറാജും കൃഷ്ണയും പ്രോപ്പർ ലെങ്ത് കണ്ടെത്താൻ നല്ല ടൈം എടുത്തു. ഇനീഷ്യൽ സ്പെല്ലിൽ ബുംറ ഇംഗ്ലണ്ടിനെ ബാക്ക്ഫുട്ടിലാക്കിയപ്പോൾ സിറാജാണ് 8-ന് ഇക്കോണമിയിൽ റൺസ് കൊടുത്ത് പ്രഷർ റിലീസാക്കിക്കൊണ്ടിരുന്നത്. ഉടനെ കൃഷ്ണയെ കൊണ്ടുവന്നെങ്കിലും കൃഷ്ണയ്ക്കും ലെങ്ത് കറക്റ്റായി തുടക്കത്തിൽ കണ്ടെത്താൻ പറ്റുന്നില്ലായിരുന്നു. ഒടുവിൽ ബോളിംഗ് എൻഡ് മാറ്റി പന്തെറിയാൻ തുടങ്ങിയപ്പോഴായിരുന്നു റൺ നിരക്ക് കൺട്രോൾ ആയത്. സോ ബുംറയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കാൻ ബാക്കി പേസേഴ്സിന് പറ്റുന്നില്ല എങ്കിൽ അത് ഈ പിച്ചിൽ ഒരു പ്രശ്നം തന്നെയായിരിക്കും. ഇഞ്ചുറി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബുംറയെ ലോങ് സ്പെൽ എറിയിക്കില്ല എന്നത് ഇന്നലെ കളി കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇന്ന് സിറാജും കൃഷ്ണയും ബുംറയെ എത്ര നന്നായി കോംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും മത്സരത്തിന്റെ പോക്കിയിരിക്കുന്നത്. നോർമലി ഒരു ടെസ്റ്റിന്റെ മൂവിംഗ് ഡേ എന്നാണ് 3rd ഡേ വിളിക്കുന്നത്. സോ മത്സരം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇന്ന് അറിയാൻ പറ്റും.